ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറി വെക്കുന്ന ഒരു വെള്ളക്കടല ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. എപ്പോഴും ഒരേ രീതിയിലൊക്കെ കറി വെക്കുമ്പോൾ വല്ലപ്പോഴും ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം കൂടെ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1/4 കപ്പ് വെള്ളക്കടലയാണ് എടുക്കുന്നത്. കറിക്കൊക്കെ എടുക്കുന്ന കടലയല്ല, അതാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഓവർനൈറ്റൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള കടലയാണിത്. ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കടലയുടെ കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുക്കർ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 4-5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ ഒന്നും കൂടെ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു രീതിയിൽ വെന്തിട്ടുണ്ടായാൽ മതി. വേവ് കുറവാണെങ്കിൽ ഒരു വിസിലും കൂടെ കൊടുത്താൽ മതി. നമ്മൾ സാധാരണ കടല വേവിച്ചെടുക്കുന്ന പോലെ തന്നെ. ഇനിയിപ്പോൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള കടലയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ വേവിച്ചെടുത്ത കടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. മുട്ട തീരെ പറ്റാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോസുകൾ ഈ സമയത്ത് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മസാല ആക്കുമ്പോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് പിന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 to 2 കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കടലയ്ക്ക് ചെറിയൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയില്ലേ, വറുത്ത അരിപ്പൊടി, അതുണ്ട് കുറച്ച് ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററിലേക്ക് വേണ്ട കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ കടല വേവിക്കുമ്പോൾ പാകത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ളത് മാത്രം മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊരു കട്ടിയുള്ളൊരു ബാറ്റർ പോലെ ഇതാ ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടല മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ എത്തുന്ന രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഇത് പറ്റുകയാണെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മസാല ആക്കി എടുത്തിട്ടുള്ള കടല നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ പാകത്തിന് ഓയിൽ ചൂടാക്കി എടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിലൊന്ന് ഓരോന്നോരോന്നങ്ങ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നിറച്ചിട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അത്യാവശ്യമൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് മൊത്തത്തിൽ ഇളക്കി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു റെഡ് കളറൊക്കെ ആയി നല്ലൊരു ക്രിസ്പി ഫ്രൈ ആയി, ഒരുപാട് ക്രിസ്പി അല്ല എന്നാലും നല്ലൊരു ഫ്രൈ ഒക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ബാക്കിയുള്ള കടലയും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി കടല ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് തന്നെ മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കാം ഒരു സൈഡിലേക്ക്. ഇനിയിപ്പോൾ ഇത് മസാല ആക്കി എടുക്കാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തതിൽ നിന്ന് തന്നെ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം കടലയിൽ മസാല കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 സവാളയൊക്കെ എടുക്കാം കേട്ടോ. നമ്മളിപ്പം ചെറിയ സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ഇതിലേക്കുള്ളത് തന്നെയാണ്. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നുടഞ്ഞോട്ടെ കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കടലുണ്ട്, കുറച്ച് കൂടുതൽ സവാളയൊക്കെ ഉണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ സവാള ഇട്ടിട്ട് നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിസിലങ്ങ് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കുഴഞ്ഞൊരു മസാലയും കിട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ സമയത്തിന് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ആ ഒരു ചതച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന ശേഷം അത്യാവശ്യം വലിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് വന്നോട്ടെ. ഇപ്പോൾ തക്കാളി അത്യാവശ്യം നല്ലോണം ഒന്ന് വഴന്ന് വെന്തുടഞ്ഞതായി ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ മസാലപ്പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത്. പിന്നെ മൊത്തത്തിൽ മിക്സാക്കി നോക്കിയിട്ട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കടല കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളി, തക്കാളി, മസാലപ്പൊടികളിൽ വ്യത്യാസം വരുത്തേണ്ട കാര്യം മറക്കരുത്. കാരണം അത്യാവശ്യം ഒന്ന് കടലയിൽ ഇങ്ങനെ പുരണ്ടിയിരിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഇനി കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിന് പകരം കാഷ്യൂ അരച്ച് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത്തിരി വെള്ളത്തോടുകൂടി അരച്ച് ഒഴിച്ചാൽ മതി. ഇത്തിരി ഗ്രേവി, ഒരുപാട് ഗ്രേവിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഏകദേശം ഒരു അരക്കപ്പിൻ്റെ ഒക്കെ അടുത്ത് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ. അപ്പോൾ ഇതാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കടല മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ മസാല ഇതിലിങ്ങനെ പുരണ്ട് പിടിച്ചിരിക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടല കൂടുതൽ മസാല കുറവായാലും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഈ സമയത്ത് തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് സവാള ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ശരിക്കും ചൂടോട് കൂടെ കഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഒരു കറക്റ്റ് ടേസ്റ്റുള്ളത്, തണുത്ത അത്രയ്ക്ക് പോരാ. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എടുത്ത് സ്പൂണിൽ കോരി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ സൈഡിലൊരു ഫ്രൈ പോലത്തെ ഐറ്റമൊക്കെ വേണം തോന്നുന്ന ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്